യുദ്ധക്കളത്തിൽ കള്ളപ്രവാചകനായി യുദ്ധത്തിന് 21,000 പട്ടാളക്കൂട്ടത്തെയും കൊണ്ട് യുദ്ധത്തിന് വന്ന തെമ്മാടിയായിരുന്നു മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി. അവനെ കൊല്ലുന്നത് പിന്നീട് ആരാ? വഹ്ശ് ബിൻ ഹർബാൻ റളിയല്ലാഹു അൻഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഞാൻ 1-2 സൂചനകൾ കൂടി പറഞ്ഞ് മറ്റൊരു വിഷയത്തിലേക്ക് കയറുക. ഹബീബായ നബിയോട് ഏറ്റവും ശത്രുത വെച്ച 2 വിഭാഗമായിരുന്നു. ഒന്ന് ജൂതന്മാരും ഒന്ന് നസാറാക്കളും. ഏറ്റവും കൂടുതൽ ശത്രുത വെക്കൽ. കാരണം ഞങ്ങളെ കൂട്ടത്തിലാണ്, ആഖിർ സമാനിലെ നബി വരൽ ഞങ്ങളെ കൂട്ടത്തിലാണ് എന്ന് അവർ വിചാരിച്ചിരുന്നു. പക്ഷേ വന്നത് അറബികളെ കൂട്ടത്തിലാകുന്നു. ആ ദേഷ്യം ആർക്ക്? ആരോട്? ജൂതന്മാർക്ക് നബിയോട്, പിന്നെ ക്രിസ്ത്യാനികൾക്കും. ഒന്ന് വിചാരിക്കരുത് ഒരു ചരിത്രം ഉദ്ധരിക്കുക മാത്രമാണ്, ഒരു സാമുദായിക സ്പർദ്ധക്ക് പറയല്ല, ഇതൊരു ചരിത്രം ഉദ്ധരിക്കുക മാത്രമാണ്. ചിന്തിക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി യാ അയ്യുഹല്ലദീന ആമനൂ ഉസ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് ഹമ്മ ഖൗമുൻ അയബ്സുതു ഇലൈക്കും ഐദിയഹും ഫകഫ ഐദിയഹും അൻഹും വഅൻകും വത്തഖുല്ലാഹ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ബനു നളീർ ഗോത്രക്കാരുടെ ഒരു പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടി റസൂലുള്ളാഹി പോയി. ജൂതന്മാരുടെ പ്രശ്നം മദ്യം പറഞ്ഞു തീർക്കുന്നതിനിടയിൽ ജൂതഗോത്രക്കാർ എന്തു ചെയ്തു? പുരക്ക് മുകളിൽ ഒരാളെ കയറ്റി നിർത്തി. എന്തിന്? മനസ്സിലായില്ല. ആ പുരയുടെ താഴെ മധ്യസ്ഥ ചർച്ച നടക്കുക. അപ്പോൾ അവരെന്ത് ചെയ്തു എന്നറിയോ? അവര് അംർ ബിൻ ഹജ്ജാജ് ബിൻ കഅബ് എന്നവര് തമ്മാടി ഉണ്ടായിരുന്നു ലഅനത്തുല്ലാഹി അലൈഹി. ആ തമ്മാടിയെ പുരക്ക് മുകളിൽ കയറ്റി നിർത്തി. എന്തിന്? കല്ലെടുത്ത് താഴെക്കിടാൻ. അവൻ കല്ല് പൊക്കി തുടങ്ങിയപ്പോൾ നസല റൂഹുൽ അമീൻ മലക്ക് ജിബ്രായീൽ ഒന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ മാറിക്കോളൂ, മേലെ എന്ത് വരുന്നുണ്ട്? കല്ല് വരുന്നു. റസൂലുള്ളാഹി മാറി. ജൂതന്മാർ പല പ്രാവശ്യം റസൂലുള്ളാഹിനെ കൊല്ലാൻ നോക്കി. മുകളിൽ നിന്ന് വലിയൊരു കല്ലെടുത്തിട്ട് താഴത്തേക്കിട്ട് കൊല്ലുക. അവരെ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടി പോയതാ. മനസ്സിലായില്ല. അവരുടെ ഉണ്ടായ പ്രശ്നം പറഞ്ഞ് മധ്യസ്ഥതക്ക് പോയതാ. അവിടെ ചെന്നപ്പോൾ അവര് തമ്മിൽ പറഞ്ഞു, ലൻ തജിദു മുഹമ്മദൻ അഖറബ മിൻഹു അൽആൻ, ഇന്നത്തെക്കാൾ അടുത്ത് മുഹമ്മദിനെ കിട്ടുകയില്ല. ഇന്ന് ശരിയാക്കണമെന്ന് അവർ തീരുമാനിച്ചു. ഇത്ര അടുത്തിനി കിട്ടൂല. അന്ന് അവരെ വീട്ടുമുറ്റത്തേക്ക് വന്ന ജൂതന്മാരുടെ പ്രമുഖമായ വീട്ടിന്റെ മുറ്റത്ത് റസൂലുള്ളാഹി നിൽക്കുമ്പോൾ മുകളിൽ നിന്ന് കല്ലിടാൻ തീരുമാനിച്ചു. സയ്യിദ്നാ ജിബ്രീൽ ജൂതന്മാര് ശട്ടം കെട്ടി. എന്നിട്ട് ഒരു പെണ്ണിനെ പറഞ്ഞ് ഏൽപ്പിച്ചു. ആ പെണ്ണ് എന്ത് ചെയ്തു? റസൂലുള്ളാഹിക്ക് ആട്ടുമാംസത്തിൽ വിഷം നൽകി കൊല്ലാൻ വേണ്ടി. 2ാമത്തെ ശ്രമം. ഇങ്ങനെ കടിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തിന് ഭക്ഷണം കഴിക്കുന്ന മാംസം റസൂലുള്ളാഹിനോട് പറഞ്ഞു, ലാ തഅകുൽനി യാ റസൂലല്ലാഹ് ഫഇന്ന ഫീയ സുമ്മാ, എന്റെ ഉള്ളിൽ വിഷമുണ്ട് നബിയേ, എന്നെ തിന്നരുത് നബിയേ. ആര് പറഞ്ഞു? ഇറച്ചി പറഞ്ഞു. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വലാത്തുല്ലാഹ്. നസാറാക്കളാണ് കഅബാലയത്തിനെതിരെ ഏറ്റവും വലിയ അസൂയ കൊണ്ടുവന്നത്. അബ്രഹത്തെ നസാറയായിരുന്നു. അബ്രഹത്തെ ക്രിസ്ത്യാനിയാണ്. ഏറ്റവും ഭീകരനായ ക്രിസ്ത്യാനിയാണ് എന്ത്? അബ്രഹത്ത്. പക്ഷേ മുസ്ലിമീങ്ങളുടെ യഥാർത്ഥ ബോധം കൊണ്ട് ആനക്കലഹ സംഭവം എന്ന് പറയാല്ലേ മാത്രമേ ഉള്ളൂ. ക്രിസ്തീയ ഭീകരാക്രമണം എന്ന് പറയാറില്ല. ഇന്നത്തെ ചില കാര്യങ്ങൾ, വിശേഷണങ്ങൾ നോക്കുകയാണെങ്കിൽ പറയേണ്ടത് ക്രിസ്തീയ ഭീകരാക്രമണം എന്നാണ്. എന്തിന്? അബ്രഹത്തിന്. അബ്രഹത്ത് ആരാ? ക്രിസ്ത്യാനിയാ. എന്നിട്ട് എന്ത് ചെയ്തു? കഅബാലയം പൊളിക്കാൻ വേണ്ടി വന്നു. അങ്ങനെയാണ്. ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന ഉത്തരവാദികളല്ല. ഞാൻ സാമുദായിക സ്പർദ്ധക്ക് വേണ്ടി പറയുകയുമല്ല. എന്നാലോ ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിനും ചിന്തിക്കാവുന്നതാവുന്നു. അവരുടെ മുൻഗാമികൾ ഈ ബൈബിളിന്റെ ഇന്നത്തെ അബദ്ധങ്ങളിൽ പെടാനുള്ള കാരണം അവർക്ക് മുഹമ്മദ് നബിയോട് അസൂയയുണ്ടായതാ.
ഇല്ലാ മിൻ ബഅദി ജാമാ ജാതുൽ ബൈന വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നല്ലത് മാത്രമാണ് അവരോട് കൽപ്പിച്ചത്. എന്നിട്ടും ഹസദ് കാരണം അവർ മാറി. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, മാ ഹസദതുകുമുൽ യഹൂദു അലാ ശൈഇ മാ ഹസദതുകും അലസ്സലാം. നിങ്ങൾ പരസ്പരം സലാം പറയുന്നത് കാണുമ്പോ ജൂതന്മാർക്ക് നിങ്ങളോട് വലിയ അസൂയയാണ്. വെള്ളിയാഴ്ച നിങ്ങൾക്ക് ലഭിച്ച കാര്യത്തിൽ രണ്ട് സാമ്രാജ്യത്വ ശക്തികൾക്ക് നിങ്ങളോട് അസൂയയാണ്. ഖാല റസൂലുള്ളാഹി. അവരുടെ നേതാക്കൾക്ക് ഇപ്പോഴും വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം അറിയും. വെള്ളിയാഴ്ചയാണ് നമുക്ക് കിട്ടിയത്. ആ അസൂയാണ്. വലൻ തർലാ അൻകൽ യഹൂദു വലൻ നസ്വാറാ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലഇൻ ഇത്തബഅത അഹ്വാഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽം മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. രണ്ട് വിഭാഗം, നിങ്ങളോട് അസൂയ വെക്കുന്ന രണ്ട് വിഭാഗത്തിന് നിങ്ങൾ വഴിപ്പെടരുതേ. അവരിൽ നിന്ന് നിങ്ങൾക്ക് നന്മ പ്രതീക്ഷിക്കാനില്ല എന്ന് ഖുർആൻ പറയുന്നു. വലൻ തർലാ അൻകൽ യഹൂദു വലൻ നസാറ. രണ്ട് സമൂഹങ്ങൾ ഒരിക്കലും നിങ്ങളെ ഇഷ്ടപ്പെടുകയില്ല എന്നല്ല, ഇഷ്ടപ്പെടുകയേ ഇല്ല. വലൻ ലൻ ഫ്യൂച്ചറിൽ പൂർണ്ണ നിഷേധം കൊണ്ടുവരുമ്പോഴേ എന്ത് വരൂ? ലൻ. വലൻ തർലാ. ഇന്നും അതല്ലേ നടക്കുന്നത്? ഇന്നും അതല്ലേ? അത് നമ്മൾ ഒഴിവാക്കി മുസ്ലിം നേതാക്കന്മാർ, മുസ്ലിം രാഷ്ട്ര നേതാക്കന്മാർ അള്ളാഹുവിന്റെ ഈ വചനത്തിൽ നിന്ന് പുറകോട്ട് പോയതാണ് ആധുനിക മുസൽമാന്റെ എല്ലാ നട്ടത്തിന്റെയും കാരണമെന്ന് നാം മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും അതാണ് വിഷയം. അസൂയക്കാരെ കൊണ്ടുപോയി കാര്യമേൽപ്പിച്ചു. ഖുർആൻ പറഞ്ഞതോ വലൻ തർലാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. അവരെ മതത്തിനെ നിങ്ങൾ പിൻപറ്റാതെ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുകയില്ല. വളരെ ചിന്തിക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. മാത്രമല്ല, ഇപ്പോഴും ക്രിസ്തീയ ജൂത സമൂഹത്തിന് ലോകത്തെവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പ്രതികരിക്കുന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾ മുന്നിലുണ്ടായിരുന്നു. ഒറീസയിൽ ഒരു പാതിരിയെ ചുട്ടുകൊന്നപ്പോൾ ആ വിഷയത്തിൽ ലോകത്ത് മുഴുവനും പ്രതിഷേധിച്ചത്, ക്രിസ്ത്യാനികളെക്കാൾ പ്രതിഷേധിച്ചത് മുസ്ലിമീങ്ങളായിരുന്നു. എന്നാൽ ബാബരി മസ്ജിദ് പോലെ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ദുഃഖമുണ്ടായ ഒരു വിഷയം വന്നപ്പോൾ സഹോദര സമുദായത്തിന്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം കണ്ടില്ല എന്ന് വേദനയോടുകൂടെ ഞാൻ ഓർക്കുകയാണ്. ഒന്നും ഉണ്ടായിട്ട് പറയല്ല, ഒരു വേദന പറയാ. അങ്ങനെ ആയിരുന്നില്ല അവർ ചെയ്യേണ്ടിയിരുന്നത്. ചിന്തിക്കണം. എപ്പോഴെല്ലാം എന്തിനധികം ആദരിച്ച് മലപ്പുറത്ത് നിന്ന് മുസ്ലിമീങ്ങൾ ആദരിച്ച് കൊണ്ടുപോയ ഒരു ജനനേതാവ് പിന്നീട് അധികാരത്തിന്റെ സോപാനത്തിലെത്തിയപ്പോൾ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷത്തിന്റെ തെമ്മാടിത്തരങ്ങൾക്ക് വഴിപ്പെടണമെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ കൊഞ്ഞനം കുത്തുകയും ചെയ്തു. ഞാൻ വിശദീകരിക്കുന്നില്ല, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. വലൻ തർലാ അൻകൽ യഹൂദു വലൻ നസ്വാറാ. അല്ലാഹു തആല സമുദായങ്ങൾക്കിടയിൽ ഐക്യം സ്ഥാപിക്കട്ടെ. അല്ലാഹു തിന്മകളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ സാന്ദർഭികമായി പറഞ്ഞേ ഉള്ളൂ. ഞാൻ പറയാ, മുഅ്മിനീങ്ങളെ അസൂയ. മഹാനായ മുഹമ്മദ് ഇബ്നു സീരീൻ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരിലും എന്തുണ്ട്? സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നവരുടെ ഉള്ളിലും എന്തുണ്ടാവും? അസൂയ ഉണ്ടാവും. പക്ഷേ എന്ത് ചെയ്യൂല? മനസ്സിലായില്ല? അസൂയ ഉണ്ടാകും, പക്ഷെ എന്ത് ചെയ്യൂല? പ്രകടിപ്പിക്കൂല. അസൂയ പ്രകടിപ്പിക്കലാണ് തെറ്റ്. 3 കാര്യങ്ങൾ ഒരാളിലും ഒഴിവാകൂലാണ് ഹബീബായ നബി പറഞ്ഞു. ഇനി പരിഹാരം എന്താ? അസൂയ ഉണ്ടാവും, പക്ഷെ എന്ത് ചെയ്യരുത്? പ്രകടിപ്പിക്കരുത്. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അയാളെ പറ്റി നല്ലത് പറയുകയും വേണം. അതിനാണ്ട് കഴിയില്ല. ഞാൻ ഭാഗത്തേക്ക് വരുന്നുണ്ട്. പിന്നെയോ ഒരാൾക്കൊരു ദുശകുനം തോന്നിയാല് തീരുമാനിച്ചതിൽ നിന്ന് മടങ്ങാൻ പാടില്ല. ഒരു കാര്യം തീരുമാനിച്ചോ, അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോഴാണ് പൂച്ച അങ്ങോട്ട് വിലങ്ങ് വാഞ്ഞത്. അങ്ങനെ ദുശകുനം തോന്നി, എന്നാലും ഇനി എന്ത് ചെയ്യരുത്? മടങ്ങരുത്. ഇനി വൽ ഖദരി ഖൈരിഹി വശർരിഹി
മിനല്ലാഹി തആല.